ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രൂ ലിവിങ് ബൈ മിന്നു. ഇന്ന് നവംബർ 25. ഇനി 30 ദിവസം കൂടി ക്രിസ്മസ് ആകാൻ. ഇന്ന് മുതൽ ഡിസംബർ 25 വരെ നമ്മുടെ ചാനലിൽ ക്രിസ്മസ് റിലേറ്റഡ് വീഡിയോസ് ആണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം എൻ്റെ ഫേവറേറ്റ് ഹോളിഡേ സീസൺ ആണ് ക്രിസ്മസ്. ഞാൻ എല്ലാ വർഷവും അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മന്താണ് ഡിസംബർ. വീടെല്ലാം ഒരുക്കുന്നതാണെങ്കിലും സ്പെഷ്യൽ ക്രിസ്മസ് വിഭവങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിലും അങ്ങനെ എല്ലാ രീതിയിലും ക്രിസ്മസ് ആഘോഷിക്കാറുള്ള ഒരാളാണ് ഞാൻ. ഈ വർഷം അത് ഒന്നുകൂടെ സ്പെഷ്യലാണ്, കാരണം ഇന്നൊരു ചാനൽ എനിക്കുണ്ട്, നിങ്ങളൊക്കെ ഉണ്ട്. സോ ഈ ഇയർ ഞാൻ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്ന കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന നിലയിൽ ഇന്നത്തെ വീഡിയോ ഒരു DIY ക്രിസ്മസ് ഓർണമെന്റ് വീഡിയോ ആണ്. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ക്രിസ്മസ് ട്രീയിലൊക്കെ ഇടാൻ പറ്റുന്ന 2 DIY ഓർണമെന്റ്സ് ആണ് ഞാൻ ഇന്ന് വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് മെയിനായിട്ട് വേണ്ട കാര്യങ്ങളിൽ ഒന്ന് ഇതുപോലെ ക്രാഫ്റ്റ് സ്റ്റിക്ക് വേണം, ഐസ്ക്രീം സ്റ്റിക്സ്. പിന്നെ വേണ്ടത് ഇതുപോലത്തെ കോട്ടൺ ബോൾസ് ഉണ്ടല്ലോ, നമ്മുടെ പഞ്ഞി, അത് വേണം. അപ്പോൾ ഈ ഐസ്ക്രീം സ്റ്റിക്സ് നിങ്ങളുടെ വീതി ഉള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ വീതി കുറഞ്ഞാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ക്രാഫ്റ്റ് ഐസ് വേണം. ഇത് കടകളിൽ, സ്റ്റേഷനറി കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഈ ക്രാഫ്റ്റ് ഐറ്റംസിനൊക്കെ യൂസ് ചെയ്യുന്ന കാര്യമാണ് ഒരു ഐസ് പോലത്തെ. പിന്നെ പെയിന്റ് വേണം, പിന്നെ പോംപോംസ് എടുത്തിട്ടുണ്ട് ഞാൻ, ഗ്ലൂ സ്റ്റിക്കും ഗണ്ണും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഈ 2 DIY ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഫസ്റ്റ് DIY എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഞാനൊരു 5 സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീതിയുള്ള ഐസ്ക്രീം സ്റ്റിക്ക് ആണെങ്കിൽ ഒരു 3 or 4 മതിയാവും. എന്നിട്ട് ഇത് ഞാൻ 4 പീസും അതിൻ്റെ അറ്റത്ത് ഗ്ലൂഗൺ വെച്ചിട്ട് 4ഉം ഒരുമിച്ച് ജോയിൻ ചെയ്ത് ഒട്ടിച്ച് വെക്കുവാണ്. ഇതൊരൊറ്റ പീസ് ആക്കുവാണ്. നിങ്ങൾക്ക് കാണാമല്ലോ, ഇതുപോലെ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതെല്ലാം ഇതുപോലെ ഒട്ടിക്കുക എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ നമുക്ക് റെഡ് കളർ അടിക്കണം. അപ്പം ഞാനൊരു ക്രിസ്മസ് സാന്റാനെയാണ് DIY ചെയ്യുന്നത്. അപ്പം അതിന് ഒരു സാന്റയുടെ ഡ്രസ്സ് പോലെ ഒരു ഹാഫ് താഴോട്ട് ഞാൻ റെഡ് പെയിൻറ്റ് ചെയ്യുകയാണ്. ഇനി ആ പെയിൻറ്റ് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ക്രിസ്മസ് സാന്റയുടെ തൊപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ഫ്ലവർ, ഒരു റെഡ് കളർ ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഈ ക്രിസ്മസ് ട്രീയിൽ നമ്മൾ വെക്കുന്ന ഒരു പിക്സാണ്, ഇപ്പോൾ ക്രിസ്മസ് ട്രീ പിക്കാണ്. അപ്പോൾ അതിൽ ആ ഒരു ഫ്ലവർ ഞാനൊരു ഇതള് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഹാഫ് പോർഷൻ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഹാഫ് പോർഷൻ നമുക്കൊരു ഹാറ്റിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ഞാൻ. ഇതൊരു വെൽവെറ്റ് ടച്ചുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. അപ്പം അതൊരു രസം ഉണ്ട്, അങ്ങനെ തോന്നി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഒരു പേപ്പർ എടുത്തിട്ട് അത് റെഡ് പെയിൻറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഹാറ്റ് പോലെ ഒട്ടിച്ചാലും മതി. ഞാനപ്പോൾ ഒരു വെൽവെറ്റ് ടച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഒരു തൊപ്പിയുടെ ഒരു കറക്റ്റ് ഇത് വരാനായിട്ട് ഞാനിങ്ങനെ ചെയ്തതന്നേ ഉള്ളേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു റെഡ് കളർ ചാർട്ട് പേപ്പർ ആണെങ്കിലും മതിയാവും. എന്നിട്ട് ഗ്ലൂഗൺ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ഇനി ഈ കോട്ടൺ ബോൾസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അത് നമുക്ക് ഈ ഹാറ്റിന് ടോപ്പ് പാർട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ വൈറ്റ് പോംപോം ഉണ്ടെങ്കിൽ അതാണേലും വെച്ചാൽ മതിയാവും. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു, വൈറ്റ് കളർ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ പഞ്ഞി വെച്ചിട്ട് ഞാൻ ഗ്ലൂഗൺ വെച്ച് ഒരു ഹാറ്റിൻ്റെ ടോപ്പ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് സാന്റയ്ക്ക് ഈ ക്രാഫ്റ്റ് ഐസ് വെച്ച് കൊടുക്കാം. അതിന് കറക്റ്റ് സൈസിലെടുത്തിട്ട് അത് നമുക്ക് ജസ്റ്റ് ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ആ റെഡ് കളർ പോംപോം എടുത്തിട്ട് ജസ്റ്റ് ഒരു നോസ് പോലെ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇത് മാറ്റി മറിച്ചൊക്കെ ചെയ്യാം കേട്ടോ. ഞാനൊരു റഫ് ഐഡിയ തരുവാണ്. അപ്പം നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ അതേ കോട്ടൺ ബോൾസ് വെച്ചിട്ട് ഞാൻ ആ ഒരു തൊപ്പിയുടെ ഒരു ബോട്ടം പാർട്ടും പിന്നെ നമ്മുടെ സാന്റാക്ലോസ് വൈറ്റ് കളർ താടി മീശയില്ലെങ്കിൽ സാന്റാക്ലോസ് ആവത്തില്ലല്ലോ. അപ്പോൾ അതിന് അങ്ങനെ ആ ഒരു കോട്ടൺ ബോൾസ് വെച്ച് തന്നെ താടി മീശയൊക്കെ പോലെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുവാണ്. Snowflakes fall, I can hear the sleigh bells call. They're saying it's time to have a merry holiday. അപ്പോൾ നമ്മുടെ സാന്റാക്ലോസ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടല്ലേ കാണാനായിട്ട്. ഇനി നമുക്കിത്
ക്രിസ്മസ് ട്രീയിൽ എങ്ങനെയാണ് ഹാങ് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലത്തെ ഹുക്സ് മേടിക്കാൻ കിട്ടും. നമുക്ക് ക്രിസ്മസ് ട്രീ ഹുക്സ് എന്ന് പറഞ്ഞ് തന്നെ മേടിക്കാൻ കിട്ടും. വലിയ വിലയൊന്നുമില്ല. ഇത് ഇത്രയും വലിയൊരു പാക്കറ്റിന് മേളിലത്തെ പാക്കറ്റ് ഫുള്ള് ഞങ്ങൾ ഉപയോഗിച്ചു കേട്ടോ. ക്രിസ്മസ് ട്രീ ഇട്ടു. താഴത്തേത് ഇത്രയും കൂടെ ബാക്കിയിട്ടു. കുറേ ഉണ്ട് കേട്ടോ ഇതിൽ. ഒരു 7 ദിർഹംസിന് ഇവിടെ നമുക്ക് ലുലുവിലൊക്കെ മേടിക്കാൻ കിട്ടും ക്രിസ്മസ് ട്രീ ഹുക്സ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ DIY ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത DIY ഇതേ സ്റ്റിക്സ് വെച്ചിട്ട് നമുക്ക് ഒരു സ്നോമാനെ ഉണ്ടാക്കാം. അപ്പോൾ അതിനും ഞാൻ 5 സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. വീതി ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് 3-4 മതിയാവും. അപ്പോൾ ഞാൻ 5 സ്റ്റിക്സ് വെച്ചിട്ട് നേരത്തെ കാണിച്ച അതേപോലെ തന്നെ അതൊരൊറ്റ പീസ് ആക്കുവാണ്, ഗ്ലൂഗൺ വെച്ച് ജോയിൻ ചെയ്തിട്ട്. ഇനി ഞാൻ ആ ഒരൊറ്റ പീസിനെ വൈറ്റ് കളർ പെയിൻ്റ് അടിക്കുവാണ് മുഴുവനായിട്ട്. കാരണം സ്നോമാൻ അല്ലേ. അത് കഴിഞ്ഞിട്ട് അത് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു സ്റ്റിക്ക് എടുത്തിട്ട് അത് ബ്ലാക്ക് കളർ പെയിൻറ് കൊടുക്കാം. സ്നോമാൻ്റെ ഹാറ്റിന് വേണ്ടിയിട്ടാണ്. അതിന് ഒറ്റ പീസിൽ ബ്ലാക്ക് പെയിൻറ് അടിച്ചിട്ട് അതും മാറ്റി വെക്കാം ഡ്രൈ ആവാനായിട്ട്. വേഗം ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഈ 2 ക്രാഫ്റ്റും നമുക്ക് കുട്ടികളുടെ കൂടെ ഒക്കെ ക്രിസ്മസ് വെക്കേഷനൊക്കെ കുട്ടികളെയും കൂടെ കൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അവരെ എൻഗേജ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള DIYs ആണ്. എന്നാൽ ക്രിസ്മസ് ട്രീയിൽ ഇത് നമ്മൾ തന്നെ ചെയ്ത കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന ഓർണമെൻറ്റ്സ് വെച്ച് ക്രിസ്മസ് ട്രീ ഒരുക്കുമ്പം അതിനൊരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ അത് ഫുള്ള് നമ്മൾ പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വൈറ്റ് നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അതേൽ നമുക്കിതാ ഇതുപോലൊരു ഒന്ന് ചരിച്ച് നമുക്കൊരു ഹാറ്റിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് ഈ ഒരു ബ്ലാക്ക് സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഒരു ഹാറ്റ് പോലെ തോന്നുന്നില്ലേ? അങ്ങനെ ഒരു സ്നോമാൻ്റെ ഹാറ്റ് പോലെ ചെയ്യാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് ബ്ലാക്ക് കളർ അടിക്കണം. അപ്പോൾ ബ്ലാക്ക് പെയിൻറ് അടിച്ച് കഴിയുമ്പോഴത്തേന് ഇതുപോലൊരു ഹാറ്റിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു റിബൺ, റെഡ് കളർ റിബൺ എടുക്കുക. നമ്മുടെ സ്നോമാൻ്റെ കഴുത്തിൽ എപ്പോഴും ഒരു സ്കാർഫ് കാണും, അതാണ് സ്കാർഫ് കാണുമല്ലോ. അപ്പോൾ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു റെഡ് കളർ റിബൺ എടുത്തേക്കുവാണ്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്ലൂഗൺ വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് അത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുവാണ് സ്കാർഫ് പോലെ. പിന്നീട് ഞാൻ ഇതുപോലെ ഒരു ബ്ലാക്ക് ബട്ടൺ എടുക്കുവാണ്. നമ്മുടെ സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന ടൈപ്പ് സാധാ ബട്ടൺ ഉണ്ടല്ലോ, അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ സ്നോമാൻ്റെ താഴെയായിട്ട് ബോട്ടം പാർട്ടായിട്ട് 2 എണ്ണം ഒട്ടിച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ ലുക്ക്. അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സാന്റാക്ലോസിനും ഞാൻ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തു അവസാനം. അപ്പോൾ നമ്മളത് 2 ഒട്ടിച്ച് കൊടുത്തേക്കുവാണ്. ഇനി നമ്മുടെ ആ ക്രാഫ്റ്റ് ഐസ് ഉണ്ടല്ലോ, അതും സ്നോമാൻ്റെ ഐസ് ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ബാക്കിലായിട്ട് ഞാൻ ഇതുപോലൊരു ചെറിയൊരു വെയിറ്റ് ഒന്നുമില്ലല്ലോ, ചെറിയൊരു നൂല് ഹാങ് ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്രിസ്മസ് സാന്റായ്ക്കും ഞാൻ ബട്ടൺസ് വെച്ചു. അപ്പോൾ നമ്മുടെ 2 DIY ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്രിസ്മസ് ഓർണമെൻറ്റ് നമുക്ക് ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്യാം. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം നിങ്ങളുടെ വീട്ടിലും കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ എൻഗേജ് ചെയ്യിപ്പിച്ച് നിങ്ങൾ ഒരുമിച്ച് ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് DIY ഓർണമെൻറ്റ് ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാം. Well, I'm all for Christmas, all the happy smiles and the wishes, and I want it all, from the lights to the mistletoe. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. Please like, share and subscribe to my YouTube channel. See you all. Bye.